ഇന്ന് നമ്മൾ കുക്കറി ഷോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഒരു അതിഥി കയറി വന്നാൽ പെട്ടെന്ന് എങ്ങനെ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം എന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിഥി വരുന്നു, നമുക്ക് സമയമില്ല, നമ്മൾ കഥയും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയും വേണം, കുറച്ച് നുണയും കുറച്ച് കൊതിയും പറയണമെങ്കിൽ സമയം വേണം. അതിനായിട്ട് പെട്ടെന്ന് നമുക്കൊരു ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാനുള്ള എളുപ്പമാർഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ടത് നല്ലൊരു കവർ എടുക്കുക. അതിനകത്ത് ഈ കമ്പനി വേണമെന്നില്ല, ഏത് കമ്പനി ആയാലും അതിൻ്റെ ഈ പൊടി കിട്ടും, സാഷ്. അതെടുത്ത് ഇങ്ങനെ 2 തട്ട് കെട്ടുക. കയ്യിൽ അത്ര അത്യാവശ്യമായിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിയാൻ ഇടയാകും. ഇങ്ങനെ തട്ടി അതിൻ്റെ പൊടികൾ അങ്ങ് അറ്റം വരെ എത്തിക്കുക. സൈഡ് അങ്ങോട്ട് മുറിക്കുക. ഈ മുറിക്കുന്ന ശ്രദ്ധിക്കണം, ഈ മുറിക്കുന്ന ഈ ഭാഗം ഒരിക്കലും താഴെ ഇടാൻ ശ്രമിക്കരുത്. താഴെ വീണാൽ കുനിഞ്ഞെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും താഴെ വീഴാൻ പാടില്ല. അഥവാ അത് താഴെ വീണാൽ കണ്ടോ, അത് അങ്ങോട്ട് നോക്കും, ആ താഴെ കിടക്കുക, ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ അങ്ങനെ അതോട്ട് ബാക്കി വീണ്ടും വരിക. പാത്രം കഴുകിയോ ഇല്ലെന്നുള്ള ഈ സ്ഥലമായതുകൊണ്ട് പാറ്റയോ മറ്റ് ഇൻസെക്റ്റോ വരാനായിട്ട് ഇത് ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ്. അത് കഴുകിയ സ്ഥലത്തോട്ട് ഒഴിക്കുക. ഇനി വരുന്ന ആൾക്കാരുടെ എണ്ണം അനുസരിച്ചായിരിക്കണം നമ്മുടെ ഈ പൊടിയും ഇടുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രദർശന സമയമായതുകൊണ്ട് ഞാൻ എല്ലാ പൊടിയും ഇടുന്നില്ല, കുറച്ചങ്ങനെ മാറ്റി വെക്കും. ഈ പൊടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ഇപ്പോൾ കിട്ടമില്ല. ഞാൻ അതിനെക്കുറിച്ച് ഈ പ്രോഗ്രാം കഴിഞ്ഞ് പറയാം. കാരണം ഇതിനകത്ത് ബാക്കി സംഭവം. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ ആലോചിക്കും. ഇട്ട ഈ പൊടിക്കകത്ത് നമ്മൾ പഞ്ചസാര ഇടണോ, തേൻ ഇടണോ, ശർക്കര വരട്ടി ഇടണോ, അതോ പാലൊഴിക്കണം? പാലൊഴിക്കുന്നത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതുവരെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഒഴിച്ചതിൻ്റെ പാകമനുസരിച്ച്, ഇട്ട പൊടിയുടെ പാകമനുസരിച്ചുള്ള വെള്ളമാണ് ഇവിടെ ഞാനിപ്പം നിങ്ങളെ ഒഴിച്ച് കാണിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം കിള്ളോ 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 എന്ന് കേൾക്കണം. കാണിച്ചു തരാം, വരും. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വലിച്ചു വാരി ഒഴിക്കരുത്. ചെറുത് നൂല് പോലെ വന്നുകൊണ്ടിരിക്കണം. കിള്ള 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 കിള്ള. ആ ശബ്ദം കേൾക്കാമോ? ആ ശബ്ദത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യൂ. കിള്ള കിള്ള കിള്ളോ എന്ന്. ഈ പാത്രം പോരാ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇതിൽ വെറും 2 ഗ്ലാസ് ടാങ്കേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. എന്നിരുന്നാലും ഞാനത് 4 ആക്കും. നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. തിരികെ വരിക. ഇവിടെ ഇപ്പോൾ മറ്റ് എന്തുണ്ടാക്കാം എന്നുള്ള ചോദ്യത്തിന് എന്ത് ചെയ്യുമെന്ന് ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു കോപ്പ കിട്ടിയത്. കോപ്പ ഒന്നും നോക്കണ്ട, വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കും. ഈ കോപ്പയ്ക്കകത്ത് ഇട്ടിട്ടില്ല, ഇത് എക്സ്ട്രാ വെള്ളം വെക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കോപ്പയാണ്. ഇത് റെക്കോർഡിംഗ് ആവുന്നുണ്ടോ? ചെക്ക് ചെക്ക്. ആ ശബ്ദം കേട്ടോ, കിൾ 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 കിൾ. ഈ ഇങ്ങനെ വേണം, അല്ല വാരി വലിച്ചൊഴിക്കരുത്. നൂല് പോലെ വെള്ളം വീണുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിന് ഹാനികരമാണ്. വരിക. നമ്മൾ വീണ്ടും നമ്മുടെ ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ ഇച്ചിരി വെള്ളം വീണു, നമുക്ക് പിന്നെ തുടയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുമായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യം നമുക്കുണ്ട്. ഇതെവിടെ മിക്സ് ചെയ്യും, ആര് മിക്സ് ചെയ്യും, എപ്പോൾ മിക്സ് ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടേയിരിക്കണം. പാത്രമൊന്നുമില്ല, അപ്പം പിന്നെ ഇങ്ങനെ കുറച്ച് തലേ ചൊറിയുക. അന്നേരം നമ്മൾ ഇതെല്ലാം ഫിക്സ് ആക്കിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് മടങ്ങി നിന്ന് അവിടെ ഒരു പാത്രം എടുക്കുക. ഇത് ഞാൻ കഴുകാത്ത പാത്രമാണ്, ഞാൻ പെട്ടെന്ന് കഴുകിയെടുത്തേക്കുന്നത്. ഇനി ഞാൻ ചെയ്യേണ്ടത് ഈ പാത്രത്തിലോട്ട് ഇതങ്ങോട്ട് മലത്തുക. മലത്തുമ്പോൾ ശ്രദ്ധിക്കണം, കിലോ എന്നുള്ളത് വീണ്ടും നമ്മുടെ മനസ്സിൽ കാണുന്നു. അതിൻ്റെ അറ്റത്ത് അതായിട്ടില്ല. ഇത് നമ്മൾ കൊണ്ടുവന്ന വെള്ളം വീണ്ടും സോറി, ഇച്ചിരി വെള്ളം താഴെ പോയുള്ളൂ. അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഈ വെള്ളം അങ്ങോട്ട് ഒഴിക്കുക.
കിലോ നിൽക്കണം, മറിച്ചൊഴിക്കുക, ഒരിക്കലും ഇനിയത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇവനെ എങ്ങനെ ഇതിനകത്ത് ഒഴിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവനെ ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവനെ വീണ്ടും ഒഴിക്കുക. ഓക്കെ, വീണ്ടും ഒഴിക്കുക. കണ്ടോ, ഇനിയും കിലോ മാറ്റി വലുതാക്കാം, ഇതിൻ്റെ ദൂരവും കൂട്ടാം. ഇതൊരു എക്സ്പേർട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണക്കാർ ചെയ്യാൻ ശ്രമിക്കരുത്, അവർ മേത്തെല്ലാം വീഴും. കറയാണ്, സൂക്ഷിക്കുക. വീണ്ടും ഇങ്ങനെ ഒഴിക്കുക. കണ്ട ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ഇത് സൈഡിലോട്ട്, ഇവിടെ എല്ലാം വെള്ളമുണ്ട്, അത് ഇവിടെ ഉപയോഗിക്കുന്നവരെ തുടച്ചു മാറ്റി കൊള്ളാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അവരോട് പറയും ഈ 2 കോപ്പ നമ്മൾ ഉപയോഗിച്ചത് മാറ്റി വെക്കുക. ഇനി നമുക്ക് കോപ്പയുടെ ആവശ്യമില്ല. ഇനി ഇത് ഗ്ലാസ്സുകൾ എടുക്കുക. 1 2 3. അപ്പോഴാണ് എനിക്കൊരു തോന്നൽ, 1.5 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 1.5 ലിറ്ററിൻ്റെ അത്ര ഉണ്ട്. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്യാം, ഇതിനകത്തോട്ട് ഒഴിക്കാം. എന്നെ ഫോളോ ചെയ്യും. എഫ് സാഷ നമ്മൾ പൊട്ടിച്ചാലും ലാസ്റ്റ് ഇങ്ങനെ 2 അടി കഴിക്കണം. കാരണം അടിയിലുള്ള പൊടിയും കൂടെ ഇന്ന് താഴെ വീഴണം. ഈ അടിയിലുള്ള പൊടി എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുക. അതായത് നാളെ വല്ല ഉമുക്കിരിയോ എന്തെങ്കിലും നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ ഈ കവർ ഉപയോഗിക്കാം. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനത്തെ കവർ കളയരുത്. അതായത് വീണ്ടും പറയുന്നു, ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം, നമുക്കൊരു ഇക്കോ മാർഗത്തിലേക്ക് കയറാം. അതുകൊണ്ട് ഇത് കളയാതെ ഇങ്ങനെ മാറ്റി വെക്കുക. തൽക്കാലം ഞാനിപ്പോൾ ഇത് ഓവണി വെക്കാം. ഓവനി വെച്ചപ്പോൾ അതിനകത്ത് വേറെ എന്തോ ഉണ്ട്, എന്നാൽ അതിൻ്റെ കൂട്ടിരുന്നോട്ടെ. ഓവൻ ഇവിടുത്തെ എന്തോ സൂക്ഷിക്കുന്ന ഒരു സാധനമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. വീണ്ടും ഞാൻ ഈ പാത്രം എടുക്കുന്നു, കാരണം അതിനകത്ത് മിക്സ് ചെയ്യണമല്ലോ. ഓക്കെ, ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തെക്കും വടക്കോട്ടും നോക്കരുത്, ഇത് വെളിച്ചാടും. ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യണം. തെക്കും വടക്കും നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് വെളിച്ചാടും. ഇനിയും ഇതിലോട്ട് നമ്മൾ ഒഴിക്കുക. ഒഴിച്ചിട്ട് ചെറിയ ഗ്ലാസ്സിലേക്ക്, ഇതാണ് ഏറ്റവും വലിയ ചലഞ്ച്. കാരണം ഇതിൽ ഒഴിക്കുമ്പോൾ ഒരിക്കലും ആ പത അതിനകത്ത് വീഴരുത്. ഇതുപോലെ തന്നെ ക്ലീൻ ആയിട്ടിരിക്കണം. ഓക്കെ, നമ്മളങ്ങനെ 2ാമത്തെ ഗ്ലാസ്സും പകരുന്നു. 3ാമത്തെ ഗ്ലാസ് കഴിവെച്ചതായിരിക്കും. 3ാമത്തെ ഗ്ലാസ് പകരുന്നു. അതിനകത്ത് ഇനി ഇച്ചിരി ഒഴിക്കണം. അപ്പോൾ എന്ത് വെച്ചാൽ ഒരിക്കലും ആ പാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട്, കാരണം ഇതിനകത്തുള്ള എനർജി ഇതിനകത്തോട്ട് ഒരിക്കലും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ചെറുതെ ഒഴിക്കുക. ഇനിയിപ്പോൾ ഈ ഒരു മഗ്ഗിൻ്റെ അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഉള്ള 3 ഗ്ലാസ് കൊണ്ട് 3 എണ്ണം ഉണ്ടാക്കും. ഇനിയും ബാക്കി കണ്ടോ, ഇത്രയും അധികം വന്നു. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നീ കുടിച്ച് തീർക്കുക, അല്ല എടുത്ത് പൊള്ളയെ കളയുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുക. പൈസ കൊടുത്തതാണെങ്കിൽ കളയുമ്പോൾ നമുക്കൊരു ദണ്ണം വരും. ഒന്നും വിചാരിക്കുക, കളയുക. അല്ലെങ്കിൽ നാളെ വീണ്ടും ഇത് നമ്മുടെ മേശപ്പുറത്ത് വന്നിരിക്കും. ഇനി എന്തൊക്കെ കാര്യം ചെയ്യണം, ഇതെല്ലാം കഴുകി വെക്കേണ്ട കാര്യങ്ങളും. 4 ഗ്ലാസ് ഉണ്ടാക്കി, എല്ലാം സന്തോഷം. നമ്മൾ ഉപയോഗിച്ചത് 4 ഗ്ലാസ്, 2 കോപ്പ, ഇങ്ങനത്തെ ഒരു പാത്രം. ഇത്ര സാധനം ഉണ്ടാക്കിയാൽ നമുക്കൊരു ടാങ്കും കൊണ്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കും. 4 മഗ്, ഇങ്ങനത്തെ 2 പാത്രം, പിന്നെ ഇതേലെ ഒരു പാത്രം. ഇത്തരം കാര്യങ്ങളും ഒരു കത്രിക ഉണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസ് റെഡി. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെന്നും ഞാൻ കരുതുന്നു. ഞാനൊന്ന് കുടിച്ച് കാണിക്കാം. ഇങ്ങനെ ഒന്ന് ഊതുക, അതായത് അതിൻ്റെ ആ മണം ഒന്ന് മൂക്കിലടിക്കാൻ. അപ്പം നമുക്ക് ആ കുടിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടൊരു രസം വരും. കുഴപ്പമില്ല, നല്ലതാണ്. ഞാൻ പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുണ്ടാക്കുമ്പോൾ അവിടെ ഇവിടെയും വെള്ളമൊക്കെ വീഴും. ഒന്നും മൈൻഡ് ചെയ്യണ്ട, ഇതങ്ങ് വിട്ടേക്കുക. അതിൻ്റെ ആൾക്കാർ അതിൻ്റെ ചെയ്തോളൂ. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് നമുക്കൊരു പാനീയം കുടിക്കാൻ റെഡിയായി. നമ്മളിപ്പോൾ നമ്മുടെ വിരുന്നുകാർക്ക് കൊടുക്കുന്നു. ഇനി നല്ലൊരു പ്രോഗ്രാമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ
ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇത് ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒഴിക്കുന്നതും മിക്സ് ചെയ്യുന്നതും വളരെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളത് ഇഗ്നോർ ചെയ്യരുത്. എനിവേ, ഞാൻ ഇന്നത്തെ എൻ്റെ പ്രോഗ്രാം നിർത്തുന്നു. എൻ്റെ നല്ല ഒരു ഓറഞ്ച് ജ്യൂസ് ഈ നല്ല സാധനത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. വീണ്ടും വരുന്നവരെ നമസ്കാരം, നന്ദി.